ഒരുപാട് യുവ സംവിധായകരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന താരമാണ് സൂപ്പർ സ്റ്റാർ ആയ നമ്മുടെ മമ്മൂക്ക. മമ്മൂക്ക കൈപിടിച്ചു കൊണ്ടുവന്ന താരങ്ങളിൽ പിന്നീട് പ്രഗത്ഭരായ ഒരുപാട് സംവിധായകരുണ്ട്. അങ്ങനെ ഇപ്പോൾ തമിഴിലെ മുൻനിര സംവിധായകനായ ഗൗതം വാസുദേവനും മമ്മൂക്കയോടൊപ്പം ഇപ്പോൾ ഒരു സിനിമ ചെയ്തിരിക്കുകയാണ്, ഡൊമിനിക് എന്ന സിനിമ. ഹലോ മിസ്റ്റർ ഡൊമിനിക്. തീരെ പ്രതീക്ഷിച്ചില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്റർ ആണല്ലോ. ഇങ്ങനെ മമ്മൂക്ക കൈപിടിച്ചു കൊണ്ടുവന്ന് പിന്നീട് വലിയ പേരെടുത്ത മലയാള സംവിധായകരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കൂട്ടിക്കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ റിലീസായ ഡൊമിനിക് എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റിട്ടേക്കണേ. മമ്മൂക്ക കൈപിടിച്ചു കൊണ്ടുവന്ന സംവിധായകരിൽ ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കൂടി ഒന്ന് പറയാൻ സാധിക്കുക. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ഫസ്റ്റ് വൺ, ലാൽ ജോസ്. മീശ മാധവൻ, ക്ലാസ്മേറ്റ്സ് തുടങ്ങി നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയ സംവിധായകനാണ് ലാൽ ജോസ്. എന്നാൽ ഈ വരുന്ന ജനറേഷനിൽ ശരിക്കും ലാൽ ജോസ് ഫീൽഡ് ഔട്ടിന്റെ വാക്കിൽ തന്നെയാണ്. കാരണം ഈ അടുത്ത് റിലീസായ പല സിനിമകളും ലാൽ ജോസിനെ ഹിറ്റാക്കാൻ സാധിച്ചില്ല. എന്നാൽ പോലും ലാൽ ജോസിനെയും മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാക്ഷാൽ മമ്മൂക്കയായിരുന്നു. 1998 റിലീസായ ഒരു മറവത്തൂർ കനവ് എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമ സംവിധാനം ചെയ്താണ് ലാൽ ജോസിന്റെ ഫിലിം കരിയറിന്റെ തുടക്കം. ഇതെല്ലാം മൊട്ടയോ കോഴിയർ ചില്ലിയോടി. അതിനു മുന്നേ നിരവധി സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ലാൽ ജോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ലാൽ ജോസിന്റെ കരിയറിലെ ആദ്യ സിനിമ സംവിധാനം ചെയ്തപ്പോൾ അതിൽ നായകനാകാൻ യാതൊരു മടിയും മമ്മൂക്ക കാണിച്ചില്ല. ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി മൂട്ടയെങ്കിൽ മൂട്ട. പിന്നീട് മമ്മൂക്കയെ വെച്ച് പട്ടാളം എന്നൊരു സിനിമ കൂടി ലാൽ ജോസ് ചെയ്തെങ്കിലും ആ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ആയാണ് മാറിയത്. എന്നാൽ മറവത്തൂർ കനവ് എന്ന സിനിമ വൻ വിജയമാക്കുന്നതിൽ മമ്മൂക്കയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഇവിടെ ആള് കൊള്ളാമല്ലോടി. ഇങ്ങനെ ഇവിടെ ഞാനും കെട്ടിയാലോ എന്നും ഇങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാവല്ലോ. ആ ഒരു സമയത്ത് ആക്ഷൻ ടൈപ്പ് സിനിമകൾ ചെയ്തിരുന്ന മമ്മൂക്ക ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമയിൽ ഒരു പക്ക നാടൻ വേഷമായിരുന്നു ചെയ്തത്. എന്നാൽ പോലും ഈ സിനിമയും ബ്ലോക്ക് ബസ്റ്ററായി മമ്മൂക്കയുടെ കരിയറും വളരെയേറെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വരത്തില്ലയോ? പോട്ടെ, 2:30 വണ്ടി പിടിക്കണം. ചെല്ല്, നേരം കളയാണ്ട് പോടാവേ. അടുത്ത സംവിധായകനാണ് ബ്ലസ്സി. 2004 റിലീസായ കാഴ്ച എന്ന സിനിമയിലൂടെയായിരുന്നു ബ്ലസ്സിയുടെ മലയാള സിനിമയിലെ സംവിധായകനായുള്ള എൻട്രി. സാറേ, നമുക്ക് ഇവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാലോ? ഞാൻ വളർത്തിക്കോളാം, സാർ അവരോടൊന്ന് പറയൂ. ഇപ്പോൾ റിലീസായ ആടുജീവിതം എന്ന സിനിമയിലൂടെ തന്നെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഡയറക്ടേഴ്സിൽ ഒരാളായി ബ്ലസ്സി മാറിയിരിക്കുന്നു. ഇതിനു മുന്നേയും ഒരു ബ്ലസ്സി സിനിമ എന്നാൽ അത് പെർഫോമൻസ് ഓറിയന്റഡ് സിനിമയായി തന്നെയാണ് എല്ലാവരും കണക്കാക്കുക. മമ്മൂക്കയ്ക്ക് കാഴ്ച കൊടുത്തതുപോലെ ലാലേട്ടന് തന്മാത്ര എന്നൊരു സിനിമയും കൊടുത്ത് ലാലേട്ടന്റെ കരിയറിലെ മികച്ച വേഷങ്ങൾ വന്നായി അത് മാറ്റിയെടുക്കുകയും ചെയ്തു. കാഴ്ച എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് പളുങ്ക് എന്ന സിനിമയും മമ്മൂക്കയെ വെച്ച് ഇതേ ബ്ലസ് ചെയ്തിരുന്നു. കാഴ്ച എന്ന സിനിമയിലെ പെർഫോമൻസിന് മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും ആ വർഷം നേടിയെടുക്കാൻ സാധിച്ചു. തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴ. എന്നിരുന്നാലും കാഴ്ച എന്ന സിനിമ ആദ്യം സംവിധാനം ചെയ്തിരുന്നത് ബ്ലസ്സി ആയിരുന്നില്ല, പകരം മറ്റൊരു സംവിധാനമായിരുന്നു. എന്നാൽ മമ്മൂക്കയുടെ നിർബന്ധ പ്രകാരമായിരുന്നു ഈ ചിത്രം ബ്ലസ്സി തന്നെ സംവിധാനം ചെയ്തു. എന്നിരുന്നാലും ബ്ലസ്സി ആ സിനിമ സംവിധാനം ചെയ്തതോടെ തന്നെ പിന്നീട് നിരവധി സിനിമകൾ മലയാളത്തിലേക്ക് അദ്ദേഹം ചെയ്യുകയുണ്ടായി. ചെയ്ത സിനിമകളെല്ലാം തന്നെ വളരെ മികച്ച ദൃശ്യാവിഷ്കാരവുമായിരുന്നു. അടുത്തയാളാണ് അൻവർ റഷീദ്. മലയാള സിനിമയ്ക്ക് എന്റർടൈൻമെന്റ് സിനിമകൾക്ക് പുതിയൊരു മുഖച്ഛായ നൽകിയ സംവിധായകനാണ് അൻവർ റഷീദ് എന്നുകൂടി പറയാം. ഇന്നും മലയാളത്തിൽ ഒരു അൻവർ റഷീദിന്റെ കൂടെ ഒരു ടോപ്പ് സ്റ്റാറിന്റെ സിനിമ വരികയാണെങ്കിൽ അതിൽ ഉണ്ടാവാൻ പോകുന്ന ഹൈപ്പ് വളരെ വലുതായിരിക്കും. അവസാനം റിലീസായ ട്രാൻസ് എന്ന സിനിമ പോലും എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ വളരെയേറെ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. അൻവർ റഷീദ് ചെയ്തു വെച്ച രാജമാണിക്യം, അണ്ണൻ തമ്പി, ചോട്ടാ മുംബൈ അങ്ങനെയുള്ള എല്ലാ സിനിമകളും വളരെയേറെ റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ്. എന്തായാലും ഇങ്ങനെയുള്ള അൻവർ റഷീദിനെയും ആദ്യം സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് ഇതേ മമ്മൂക്കയായിരുന്നു. കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ, ബെല്ലാരി രാജ. 2005 റിലീസായ രാജമാണിക്യം എന്ന സിനിമയായിരുന്നു അൻവർ റഷീദിന്റെ കരിയറിലെ ആദ്യ സിനിമ. ഈ സിനിമ വൻ വിജയമാക്കി മാറ്റി എന്നത് മാത്രമല്ല, ഈ സിനിമയിലൂടെ ഒരു റെക്കോർഡ് കൂടി അൻവർ റഷീദ് നേടുകയുണ്ടായി. അതായത് തന്റെ കരിയറിൽ ചെയ്യുന്ന ആദ്യ സിനിമനെ ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റിയ ഒരേ ഒരു സംവിധായകൻ ഇപ്പോഴും അൻവർ റഷീദ് തന്നെയാണ്. കാരണം രാജമാണിക്യം എന്ന സിനിമ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് അന്നത്തെ ഇൻഡസ്ട്രി ഹിറ്റായി മാറി. മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു കോമഡി മാസ് ക്യാരക്ടറായി ഇന്ന് ബെല്ലാരി രാജ അറിയപ്പെടുന്നു.
അടുത്തയാളാണ് വൈശാഖ്. ഈ അടുത്ത് റിലീസായ മമ്മൂക്ക വൈശാഖ് കോംബോയിൽ വന്ന ടർബോ എന്ന സിനിമ വരെ വൻ വിജയമായിരുന്നു. എന്നാൽ ഇതേ വൈശാഖിന്റെ ആദ്യ സിനിമയിൽ നായകനായി വന്നതും സാക്ഷാൽ മമ്മൂക്ക തന്നെയായിരുന്നു. ജീവനായൊരേട്ടനല്ലേ എന്നെ നീ അറിയാതെ പോയതെന്ത്. 2010 റിലീസായ പോക്കിരി രാജ എന്ന സിനിമയായിരുന്നു വൈശാഖിന്റെ കരിയറിലെ ആദ്യ സിനിമ. തല്ലാൻ വരുന്നവനെ തല്ലണം, കൊല്ലാൻ വരുന്നവനെ കൊല്ലണം. അത് ഈ രാജയുടെ ഒരു പോളിസിയാണ്. പിന്നീട് വൈശാഖ് ചെയ്ത എല്ലാ സിനിമകളും മലയാളത്തിലെ മികച്ച മൾട്ടി സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമകളായിരുന്നു. സീനിയേഴ്സ്, കസിൻസ്, മധുരരാജ, അങ്ങനെ പോകുന്ന ലിസ്റ്റുകൾ വേറെ. എന്തായാലും ഈ സിനിമകളിൽ ആദ്യം റിലീസായ പോക്കിരി രാജ എന്ന സിനിമയിലും മമ്മൂക്കയും പൃഥ്വിരാജും ഒന്നിച്ചു വന്ന സിനിമയാണ്. ചേട്ടന്റെ അടി സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കൂ. ഈ സിനിമയും ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായാണ് അന്ന് മാറിയത്. പിന്നീട് ഇതേ പോക്കിരി രാജയുടെ സീക്വലായ മധുരരാജയും മമ്മൂക്ക വൈശാഖ് കോംബോയിൽ തന്നെ വന്നു. എന്തായാലും മമ്മൂക്ക വൈശാഖ് കോംബോയിൽ വന്ന 3 സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ആയാണ് മാറിയത്. ഇവയിലെ ആദ്യ സിനിമയായ പോക്കിരി രാജയും വലിയ വിജയമായി. അടുത്തയാളാണ് ജോഫിൻ ടി ചാക്കോ. ഈ അടുത്ത് റിലീസായ ആസിഫ് അലി നായകനായ രേഖാചിത്രം എന്ന സിനിമയുടെ സംവിധായകനാണ് ജോഫിൻ ടി ചാക്കോ. ഇതേ ജോഫിൻ ടി ചാക്കോ ആദ്യമായി ചെയ്ത സിനിമയിൽ നായകനായി വന്നതും സാക്ഷാൽ മമ്മൂക്കയായിരുന്നു. പ്രീസ്റ്റ് എന്ന 2021 റിലീസായ സിനിമയായിരുന്നു ജോഫിൻ ടി ചാക്കോ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. ഒരു സാധാരണ വ്യക്തിക്ക് ഇത് കൊടുത്താൽ സൈക്കഡലിക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ സിനിമയിൽ ഒരു പ്രീസ്റ്റിന്റെ വേഷത്തിലായിരുന്നു മമ്മൂക്ക വന്നത്. എന്തായാലും ഈ സിനിമ അന്ന് വലിയ വിജയമായാണ് മാറിയത്. ശരിക്കും ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമയിൽ മമ്മൂക്ക വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങളൊന്ന് ഇതുപോലുള്ള സിനിമകൾ വൻ വിജയമായി മാറിയതായിരിക്കും. എന്തായാലും ഈ സിനിമയും ബോക്സ് ഓഫീസിൽ അന്ന് വലിയൊരു വിജയമായി മാറിയ സിനിമയാണ്. അടുത്തയാളാണ് അമൽ നീരദ്. ഒരുപക്ഷെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ള സിനിമകളിലൊന്നാണ് ബിലാൽ. ഈ ബിലാലിന്റെ ആദ്യ ഭാഗമായ ബിഗ് ബി ആയിരുന്നു അമൽ നീരദ് കരിയറിൽ ആദ്യമായി ചെയ്ത സിനിമ. അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാണ്. ഓർ ബ്രദേഴ്സ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു ഡയറക്ടർ റീമേക്ക് കൂടിയായിരുന്നു ഈ സിനിമ. എന്തായാലും അമൽ നീരദ് എന്ന സംവിധായകനെയും കൈപിടിച്ചു ഉയർത്തിയത് ഇതേ മമ്മൂക്ക തന്നെയായിരുന്നു. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. പിന്നീട് അമൽ നീരദ് ചെയ്ത മിക്ക സിനിമകളും മലയാള സിനിമയ്ക്ക് തന്നെ പുതിയ ഒരു മുഖച്ഛായ നൽകിയ സിനിമകളായിരുന്നു. അതായത് സ്ലോ മോഷനിലുള്ള മേക്കിങ്ങും ഒരു സ്റ്റൈലിഷായി നായകനെ പ്രസന്റ് ചെയ്യുന്നതുമല്ല, ആ രീതിയിലുള്ള ഒരു ഇൻവെൻഷൻ നടത്തിയത് ഇതേ അമൽ നീരദ് തന്നെയായിരുന്നു. അമൽ നീരദ് മോഹൻലാൽ കോമ്പയിൽ വന്ന സാഗർ ഇലിയാസ് ജാക്കി അന്ന് വലിയ വിജയമായില്ലെങ്കിൽ പോലും ഇന്ന് മോഹൻലാലിന്റെ കരിയർ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ മികച്ച രീതിയിൽ ലാലേട്ടനെ സ്റ്റൈലിഷായി പ്രസന്റ് ചെയ്ത സിനിമ കൂടിയാണ് അത്. ജാക്കി, സാഗർ ഇലിയാസ് ജാക്കി. എന്തായാലും ഇങ്ങനെയുള്ള അമൽ നീരദിന്റെ കരിയറും തുടക്കം കുറിച്ചത് ഇതേ മമ്മൂക്ക തന്നെയായിരുന്നു. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ബിഗ് ബി എന്ന സിനിമ അന്ന് ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമായി മാറിയില്ലെങ്കിൽ പോലും പിന്നീട്, അതായത് ഈ കാലത്തൊക്കെ വളരെയേറെ മമ്മൂക്കയുടെ ഫാൻ ബേസ് നേടിയെടുത്ത ഒരു കഥാപാത്രമായിരുന്നു ഇതേ ബിഗ് ബി എന്ന സിനിമ. എന്തായാലും ബിഗ് ബി എന്ന സിനിമയുടെ അമലീതനെയും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് ഇതേ മമ്മൂക്ക തന്നെയായിരുന്നു. നെക്സ്റ്റ് ഓൺ അജയ് വാസുദേവ്. അജയ് വാസുദേവ് കരിയറിൽ ചെയ്ത 4 സിനിമകളിൽ 3ലും നായകൻ മമ്മൂക്ക തന്നെയായിരുന്നു. അവസാനം റിലീസായ പകലും പാതിരാവും എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറിയെങ്കിലും മമ്മൂക്കയെ വെച്ച് ചെയ്ത 3 സിനിമകളും കൊമേഴ്ഷ്യലി വൻ ഹിറ്റായ സിനിമകളായിരുന്നു. അങ്ങനെ അജയ് വാസുദേവ് എന്ന പുതുമുഖ സംവിധായകനെയും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് ഇതേ മമ്മൂക്കയായിരുന്നു. അജയ് വാസുദേവ് മമ്മൂക്കയുടെ ഒരു ഫാൻ ബോയ് കൂടിയായിരുന്നു എന്നത് മറ്റൊരു പ്രത്യേകത. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ, പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. എന്തായാലും 2014 റിലീസായ രാജാതിരാജ എന്ന സിനിമയായിരുന്നു മമ്മൂക്ക അജയ് വാസുദേവ് കോംബോയിൽ വന്ന ആദ്യ സിനിമ. ഈ സിനിമ സംവിധാനം ചെയ്താണ് അജയ് വാസുദേവ് സിനിമ കരിയർ തുടങ്ങിയത്. അന്ന് ഈ സിനിമ വലിയ വിജയമായി മാറുകയും ചെയ്തു. പിന്നീട് ഷൈലോക്ക്, മാസ്റ്റർ പീസ് എന്നിങ്ങനെ 2 സിനിമകൾ കൂടി ചെയ്തു. ഇവയിൽ ഷൈലോക്ക് സിനിമയിലൊക്കെ ശരിക്കും മമ്മൂക്കയെ അഴിഞ്ഞാടാൻ വിട്ടതുപോലുള്ള പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഈ 2 സിനിമകളും ബോക്സ് ഓഫീസിൽ അന്ന് വലിയ വിജയമായി മാറിയതാണ്. ഇനി ഒരു പക്ഷേ ഇതേപോലെ മമ്മൂക്ക അജയ് വാസുദേവ് കോംബോയിൽ ഒരു സിനിമ കൂടി വരികയാണെങ്കിൽ അതും വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിനിമകളാണ്. എന്തായാലും ഇങ്ങനെയുള്ള അജയ് വാസുദേവിനെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് മമ്മൂക്ക തന്നെയായിരുന്നു. അടുത്തയാളാണ് നിതിൻ രഞ്ജി പണിക്കർ. 2016 റിലീസായ കാസബ എന്ന സിനിമയാണ് നിതിൻ രഞ്ജി പണിക്കറിന്റെ ആദ്യ സംവിധാന സിനിമ. കുന്തം മറിഞ്ഞിട്ട് കൂലി ചോദിക്കുമ്പോ മുണ്ട് പൊക്കി കാണിച്ച് സ്കൂട്ടാവുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ലടാ, സർക്കിൾ ഇൻസ്പെക്ടറെ. ഇതിനുശേഷം പിന്നീട് കാവൽ എന്ന സിനിമ കൂടി നിതിൻ രഞ്ജി പണിക്കർ ചെയ്തിരുന്നു. എന്നാൽ അന്നേ കാലത്ത് ഒരു പുതുമുഖ സംവിധായകന്റെ കൂടെ ഇതേപോലൊരു സിനിമ ചെയ്തത് മമ്മൂക്കയുടെ വലിയൊരു നേട്ടമായി തന്നെ കരുതാം. കാരണം അന്നത്തെ കാലത്ത് പുതുമുഖ സംവിധായകർക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും കിട്ടാത്ത സാഹചര്യമായിരുന്നു. ആ സമയത്ത് ഇതേപോലൊരു സിനിമയിൽ കമ്മിറ്റായി ഇതുകൂടാതെ പക്ക ഒരു എന്റർടൈൻമെന്റ് ഷോ ആയിരുന്നു മമ്മൂക്ക ഈ സിനിമയിൽ നടത്തി. എന്തായാലും നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത 2016 കസബ എന്ന സിനിമ
വലിയ വിജയമായാണ് അന്ന് ബോക്സ് ഓഫീസിൽ മാറിയത്. നിലത്ത് നിക്കടിയ മണി മോളെ, നിന്റെ കത്തലടക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല, പിന്നെ വന്ന് കാണാം. എന്തായാലും ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വിജയമായതോടെ നിതിൻ രഞ്ജി പണിക്കർ എന്ന സംവിധായകന്റെ സ്റ്റാർ വാല്യൂ ഉയർന്നു. പിന്നീട് ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും നടന്നില്ലായിരുന്നത് മറ്റൊരു കാര്യം. നോക്കാം. അടുത്ത ആളാണ് ജി മാർത്താണ്ഡൻ. ജി മാർത്താണ്ഡൻ എന്ന സംവിധായകൻ മമ്മൂക്കയ്ക്ക് വലിയ ഹിറ്റുകളൊന്നും കൊടുത്തില്ല. എന്നാൽ ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പാവാട. ജോയ്, പാമ്പ് ജോയ്. 2015 റിലീസായി പൃഥ്വിരാജ് നായകനായ സിനിമയായിരുന്നു പാവാട എന്ന സിനിമ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ബ്ലോക്ക് ബസ്റ്റർ ആണ് മാറി. എന്നാൽ ഈ സിനിമയ്ക്ക് മുന്നേ ഈ സംവിധാനം ചെയ്ത 2 സിനിമകളും മമ്മൂക്കയെ വെച്ചായിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമ 2013 റിലീസായ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമയായിരുന്നു. പിന്നീട് മമ്മൂക്കയെ വെച്ച് തന്നെ അച്ചാദിൻ എന്നൊരു സിനിമ കൂടി അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. എന്നാൽ ഈ 2 സിനിമകളും ബോക്സ് ഓഫീസിൽ അന്ന് ഫ്ലോപ്പ് ആണ് മാറി. എന്തായാലും ഇതിന് ശേഷം പിന്നീട് ചെയ്ത പാവാട എന്ന സിനിമ വൻ ബ്ലോക്ക് ബസ്റ്റർ ആയി മാറി. ഇതേപോലെ ഇപ്പോൾ റിലീസായ ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത ഡൊമിനിക് എന്ന സിനിമ. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായിട്ടല്ല സിനിമകൾ സംവിധാനം ചെയ്യുന്നത്. തമിഴിൽ നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ സ്വന്തം പേരിലുള്ള സംവിധാനമാണ് ഗൗതം വാസുദേവ് മേനോൻ. എന്നാൽ ഇദ്ദേഹത്തിനെയും മലയാള സിനിമയിലേക്ക് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു മമ്മൂക്ക ചിത്രത്തിലൂടെയാണ്. ഗൗതം വാസുദേവ് മേനോൻ എന്ന സംവിധായകൻ ശരിക്കും ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് തന്നെ വലിയൊരു ബ്രാൻഡഡ് സംവിധായകനായിരുന്നു ഒരു കാലത്ത്. എന്നാൽ അദ്ദേഹം ഔട്ട്ഡേറ്റഡ് ആയ ഈ സമയത്തിന് മുന്നേ പണ്ട് കാലത്ത് മമ്മൂക്ക വെച്ച് സിനിമ ചെയ്യുകയായിരുന്നെങ്കിൽ ഉണ്ടായേക്കാമായിരുന്ന ഹൈപ്പ് വളരെ വലുതായിരുന്നു. എന്തായാലും ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. മമ്മൂക്ക മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സംവിധായകരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ബൈ.